ഗാന്ധി ജയന്തി ദിന പ്രസംഗം. നമസ്കാരം. ആദരണീയരായ അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ 186 ജന്മദിനമാണ്. ഗാന്ധിജി ലോകം മുഴുവനും മഹാത്മാ എന്നും ദേശത്തിൻ്റെ പിതാവെന്നും ബഹുമാനത്തോടെ വിളിക്കുന്ന മഹാനായ നേതാവാണ്. 1869 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച ഗാന്ധിജി ജീവിതം മുഴുവനും സത്യവും അഹിംസയും മുഖ്യ ആയുധങ്ങളാക്കി മുന്നോട്ട് നീങ്ങി. ലണ്ടനിൽ നിയമപഠനം പൂർത്തിയാക്കിയ ശേഷം ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം അഭിഭാഷകനായി പ്രവർത്തിച്ചു. അവിടെ തന്നെ വർഗീയ വിവേചനങ്ങൾക്കെതിരെ നടത്തിയ പോരാട്ടം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറി. സത്യവും അഹിംസയും തന്നെയാണ് യഥാർത്ഥ ശക്തി എന്ന് ലോകത്തെ മുഴുവനും പഠിപ്പിച്ചു. ഉപ്പ് സത്യാഗ്രഹം, ഭക്ഷണ വസ്തുക്കളിൽ സ്വയം പര്യാപ്തത എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. ഇന്ന് 2025 നമ്മൾ നിരവധി വെല്ലുവിളികളാണ് നേരിടുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങൾ, അഴിമതി, വിഭജനം, അക്രമം, അസമത്വം. ഈ സാഹചര്യങ്ങളിൽ ഗാന്ധിജിയുടെ മൂല്യങ്ങൾ വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞ സത്യവും അഹിംസയും നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെയേറെയാണ്. എല്ലാവരോടും സ്നേഹവും സഹിഷ്ണുതയും പുലർത്തുക, ലളിതമായി ജീവിതം നയിക്കുക തുടങ്ങിയ ഗാന്ധിജിയുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയ സഹപാഠികളെ, ഗാന്ധി ജയന്തി വെറും അവധി ദിനമോ ആഘോഷ ദിനമോ അല്ല. ഇത് നമ്മുടെ മനസ്സിൽ പ്രതിജ്ഞ ചെയ്യാനുള്ള ദിനമാണ്. നമ്മൾ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങൾ പിന്തുടരുകയും സത്യവും അഹിംസയും പ്രാവർത്തികമാക്കുകയും ചെയ്യണം എന്നെല്ലാവരെയും ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.